CRI പമ്പിൽ വരുന്ന ഒരു ഫ്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് CRIയുടെ സബ്മെർസിബിൾ പമ്പാണ്. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ലീഡിൽ വന്നിട്ട് ഇതുപോലൊരു ഫ്യൂസ് കാണും. ഇത് തെർമൽ ഫ്യൂസാണ്. അപ്പോൾ ചൂടാകുമ്പോൾ കട്ടാവുന്ന ഒരു ഫ്യൂസാണ്. അപ്പോൾ ഈ ഫ്യൂസ് ബ്രേക്കായി കഴിഞ്ഞാൽ മോട്ടോർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് അവർ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വാറൻറ്റി പീരീഡ് വരെ മോട്ടറിന് കംപ്ലയിൻറ്റ്, വൈൻഡിങ്ങിന് കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫ്യൂസ് ബ്രേക്കായി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ വയറിൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇതിൽ കോമൺ വയർ നീലയാണ്. ഇപ്പോൾ കമ്പനിക്ക് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. സാധാരണ ഈ ടൈപ്പ് ഫ്യൂസ് വരുന്നത് CRIയിലും ടെക്സ്മോയുടെ ചില മോഡലുകളിലുമാണ് ഈ ടൈപ്പ് ഫ്യൂസ് വരുന്നത്. അല്ലാതെ ബാക്കി മിക്ക കമ്പനികളിലും ഫ്യൂസ് വരാറില്ല. CRIയുടെ ബോർവെൽ പമ്പ് ഉൾപ്പെടെ മിക്കവാറും എല്ലാ പമ്പുകളിലും ഈ ഫ്യൂസ് ഉണ്ടാകും. അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ റെഡും യെല്ലോയും തമ്മിൽ കിട്ടും. അതേസമയം കോമൺ ലീഡിൽ കിട്ടില്ല. അപ്പോൾ ഇതിൽ നീലയാണ് കോമൺ. ഇപ്പോൾ നീലയിൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. റെഡും യെല്ലോയും തമ്മിൽ കിട്ടും. അതായത് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ട 2 വയറിലും കിട്ടും, കോമൺ ലീഡിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോയിട്ടുള്ളതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പക്ഷേ ഫ്യൂസ് പോയാൽ മാത്രമല്ല ഈ പ്രശ്നം വരുന്നത്. നീല വയർ, ഈ കോമൺ ലീഡ് വയർ ബ്രേക്കാണെങ്കിലും ഈ പ്രശ്നം വരാം. അപ്പോൾ അതുകൊണ്ട് 100% ഉറപ്പിച്ച് നമുക്കത് പറയാൻ പറ്റില്ല ഫ്യൂസാണ് പോയതെന്ന്. ചിലപ്പോൾ റെയറായിട്ട് അതിൻ്റെ ആ വയർ, കോമൺ വയർ ബ്രേക്കായിട്ടും ഈ കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കാം. അപ്പോൾ മിക്കവാറും വരുന്നത് ഫ്യൂസ് പോയിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഈ ഫ്യൂസ് കുറച്ച് മോട്ടർ ഒരു ലിമിറ്റിന് മുകളിൽ ഹീറ്റാകുമ്പോൾ ഈ ഫ്യൂസ് ഓപ്പൺ ആവും. അടുത്ത് ഇതിൻ്റെ ചൂട് തണുക്കുമ്പോൾ അപ്പോൾ ഓപ്പണായ ഫ്യൂസ് വീണ്ടും ക്ലോസ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോട്ടർ സ്വിച്ച് ഓൺ ആണെങ്കിൽ പോലും ഒരു അനക്കവും ഉണ്ടാവില്ല. തിരിച്ച് വീണ്ടും ഫ്യൂസ് കോൺടാക്റ്റ് ആകുമ്പോൾ ഫ്യൂസിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുമ്പോൾ വീണ്ടും മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ അതും ഈ ഫ്യൂസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്യൂസ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചില പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് എല്ലാ മോട്ടറിലും അതുപോലെ വരണമെന്നില്ല. ചില മോട്ടറിൽ ഇതുപോലെ ഈ ചൂടാകുമ്പോൾ, ഒരല്പം ചൂടാകുമ്പോൾ മോട്ടർ ഓഫായി പോകും. അതുവരെയും വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന മോട്ടർ പെട്ടെന്ന് ഓഫായി പോകും. കുറേ കഴിയുമ്പോൾ തനിയെ വീണ്ടും വെള്ളം എടുക്കും. അപ്പോൾ അത് ഈ ഫ്യൂസിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് സാധാരണ വരുന്നത്. പിന്നെ ബുഷിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതുപോലെ ഒരു പ്രശ്നം ബുഷിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരാം. അപ്പോൾ ഈ ഫ്യൂസിനെ കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് വിട്ടാൽ മതി, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. വൈൻഡിങ് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഈ ഷോർട്ട് ചെയ്ത് വിട്ടിട്ട് കാര്യമുള്ളൂ. ചില മോട്ടറുകളിൽ വൈൻഡിങ്ങും കൂടെ ഇതോടൊപ്പം തന്നെ ഈ ഫ്യൂസ് പോകുന്നതോടൊപ്പം വൈൻഡിങ്ങും പോയിട്ടുണ്ടാകും. അപ്പോൾ വൈൻഡിങ് ഓവർ ഹീറ്റായിട്ട് ഈ ഫ്യൂസ് കംപ്ലയിൻറ്റ് വരുന്നതാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈൻഡ് ചെയ്ത് തന്നെ റെഡിയാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്യൂസ് ഷോർട്ട് ചെയ്ത് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ വേറെ വൈൻഡിങ്ങിന് വേറെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫ്യൂസിനെ ഷോർട്ട് ചെയ്ത് ജോയിൻറ്റ് നല്ല രീതിക്ക് ടാപ്പ് ചെയ്ത് വിടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.